തരൂരിനെ മോദി അങ്ങെടുത്തു. നീ മുതലിനെ രാജ്യത്തെ സേവിക്കുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര കരിയർ വേണ്ടെന്ന് വെച്ച് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന വ്യക്തിത്വമാണ് ശശി തരൂർ. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. എന്നാൽ തരൂർ വന്ന് ഏറെ വൈകാതെ കോൺഗ്രസിന്റെ കഷ്ടകാലം ആരംഭിച്ചു. ഇവൻ തന്നെയാ പ്രശ്നം. തരൂരിന്റെ അറിവിലും ഭാഷയിലും സ്വീകാര്യതയിലും ഒക്കെ കോൺഗ്രസ് നേതാക്കൾ തന്നെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സുപ്രീം ലീഡർ രാഹുൽ ഗാന്ധിക്ക് അതൃപ്തിയാണ്. ഈ അപ്പന് പഠിപ്പ് കുറവാണ്. അപ്പൻ 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എന്നേക്കാ വിവരവും വിദ്യാഭ്യാസം നിനക്കുണ്ട്. നീ 5ാം ക്ലാസ് പാസ്സായവനാ. നിന്നെ ഉപദേശിക്കാൻ അപ്പൻ ആളല്ല. അമേരിക്കയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുമൊക്കെ തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘം പോയി രാജ്യത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിച്ച നിലപാടുമായി മടങ്ങിയെത്തി. പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തെ കരുതിയിരിക്കണം. ട്രംപ് താൽക്കാലിക ലാഭത്തിന് വേണ്ടി ചെയ്തു കൂട്ടുന്നത് ഒടുവിൽ വിനയാകും എന്ന സന്ദേശം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മോദി തെരഞ്ഞെടുത്തത് തരൂരിനെ തന്നെ. അത് ചങ്കുറപ്പുള്ള ആണുങ്ങളെ ഈ തേവർക്ക് ഇഷ്ടം തന്നെയാണ്. മോദിയുടെ പ്രതിനിധി എന്ന നിലയിൽ പുടിനുമായി പോലും തരൂർ കൂടിക്കാഴ്ച നടത്തും എന്നാണ് റിപ്പോർട്ടുകൾ. അതെ, രാജ്യത്തിന്റെ ചില സന്ദേശങ്ങൾ കൃത്യമായി അറിയിക്കേണ്ടവരെ അറിയിക്കാൻ തരൂരിനെ തന്നെ മോദി തെരഞ്ഞെടുത്തിരിക്കുന്നു. തരൂരിനെ മോദി അങ്ങെടുത്തിരിക്കുകയാണ്. അതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് പാർട്ടി.